ഹാപ്പി വാലന്റൈൻസ് ഡേ ബേബി. പിടിക്കേ തുറന്നു നോക്ക്. എങ്ങനുണ്ട്? എന്താ മനസ്സിലായില്ല? AS അന്ന സുനിൽ. സോ ക്രിയേറ്റീവ്. ഞാൻ ഇത് എന്തുകൊണ്ടാ എഴുതിയെന്ന് ചോദിക്ക്. എന്തുകൊണ്ടാ? എന്റെ ബ്ലഡ് കൊണ്ട്. എന്തോ കാര്യത്തിന്? എനിക്ക് ബേബിയുടെ സ്നേഹം ആത്മാർത്ഥാണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന് ഇതല്ലാണ്ട് വേറെന്താ വഴിയുള്ളേ? പറ. അതുപോലെ ബേബിക്ക് എന്നുള്ള സ്നേഹം ആത്മാർത്ഥാണെന്ന് കാണിക്കണം. എങ്ങനെ? Sit. 1, 2, 3. Hello guys. Give away. നമ്മുടെ ബ്രാഞ്ചി പ്രാക്സ് എന്ന ചാനലിൽ എന്താണ് ഒരു ഗീവ് എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. നമ്മുടെ ചാനലില് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗായ്സ്. വെറുതെ വീട്ടിൽ കളച്ചോർന്ന് നിന്ന് എനിക്ക് ഇത്രയും ആകരുത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്റെ മുത്തുമണികളെ. നിങ്ങൾ ഓരോരുത്തരെയും മുടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മറിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ നമ്മളൊരു സർപ്രൈസ് ഗീവ് നടത്തുന്നു മച്ചാന്മാരെ. ആ സർപ്രൈസ് എന്താടാ? ഹലോ, ആ എടാ പ്രാഞ്ചി, ഞാനാ ഉണ്ണിയാ. നീ പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് വന്നേ. ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ അമ്മായിയുടെ അടക്കത്തിന്റെ വീഡിയോ ഒന്നല്ല, നിർത്തിയിട്ട് ഇറങ്ങി വാടാ. അത്രയ്ക്ക് അത്യാവശ്യ. എന്താ അവിടെ ആരെങ്കിലും ചാവാൻ കിടക്കണ? ഇല്ല, ഇങ്ങനെ പോയ ഉടനെ കിടക്കും. എടാ ഇവിടെ വരുന്ന എന്റെ വീട്ടിൽ കയറി ഒന്ന് തൂങ്ങിച്ചാണെന്ന് പറഞ്ഞ് ഉത്തരത്തിൽ കയറി നിൽക്കുക. തൂങ്ങിച്ചാവാനാ? ആര്? സുനിലാ? എടാ അവര് നീ എന്റെ കൈ കിട്ടി നോക്കിക്കണാ. എടാ കാര്യം പറഞ്ഞ മനസ്സിലേക്ക് താഴെ കിടക്കണവനെ. അതിന് പേടിക്കണ്ട, കയർ എന്റെ ഇല്ല. എടാ ഇവ മുട്ടൻ കൗട്ടാ. കാര്യമായിട്ടേ അന്തരീക്ഷത്തിൽ എന്തോ കിട്ടിക്കൊണ്ടിരിക്കുക. എടാ ഇവരെ പറഞ്ഞ് ഞാൻ എന്ത് മനസ്സിലാക്കാനാ? ആത്മഹത്യ ചെയ്ത് അടങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കോ. എടാ നീ ഒന്ന് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വാ. ചില്ലറ കഴപ്പൊന്നുമില്ല ഇറങ്ങണ്. ഞാൻ താ വരുന്നത്, നീ അവിടെ നില്ല്. കയറവന്റെ കൈ പോണ്ട് നോക്കിട്ടാ. ആ ശരി. എടാ സുനിലെ, താഴോട്ട് ഇറങ്ങി വാ. എന്താ നിന്റെ പ്രശ്നം ഒന്ന് പറ. ഇല്ല, ഇനി സുനിലിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരേ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ. അതിതാണ് മരണം. ആട്ടിച്ച് നിന്റെ ചെവിക്കുരിയാ പൊടിക്കും. തൂങ്ങിച്ചാവുന്ന നിനക്ക് കണ്ടോന്റെ പേരുടെ കിട്ടലോടാ. നാറി ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇനി ഒരു തിരിച്ചു വരവില്ല. മരണം എന്നെ മാടി വിളിച്ചോണ്ടിരിക്കുവാണ്. ഗുഡ് ബൈ. എന്റെ പൊന്നു കഴിവരുടെ മോനെ, നീ താഴോട്ട് ഇറങ്ങി വാ. എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. ഇനി എനിക്ക് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ പ്രാഞ്ചെങ്കിലും നോക്കിക്കോളൂ. നീ ഒന്ന് ഇറങ്ങി വാ. അല്ല, തൂങ്ങിച്ചാവാൻ മാത്രം നിനക്ക് എന്ത് പ്രശ്നമാണ് ഉള്ള നാറി? Girlfriend, that is my problem. അപ്പൊ ഗേൾഫ്രണ്ടാണ് എന്റെ പ്രശ്നം. അല്ല, ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ഫോൺ വിളിക്കണം, 48 മണിക്കൂറും കറങ്ങാൻ പോകണം, അന്യൻ്റെ ഭാര്യ അമ്മായിയായിട്ട് കാണണം, പിന്നെ രാത്രി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നിന്റെ മെയിൻ പ്രശ്നങ്ങൾ. എടാ അതൊക്കെ പിന്നെ സഹിക്കാം. എടാ പിന്നെ എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ സൈക്കോയെ കണ്ടിട്ടുണ്ടോ? എന്നാ അതുപോലൊരു സൈക്കോയുടെ കൂടെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ നടക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ വ്ളോഗേഴ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാമോ? അന്നൊരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. അന്നാ എല്ലാം തുടങ്ങിയത്. അതുപോലെ ബേബിക്ക് എന്നുള്ള സ്നേഹം ആത്മാർത്ഥാണെന്ന് കാണിക്കണം. എങ്ങനെ? എഴുത്. എന്ത്? ബേബിയുടെ ചോര കൊണ്ട് 3 വട്ടം അന്ന അന്ന അന്ന. അങ്ങനെ എഴുത്. കൈ മുറിച്ചിട്ടോ? എന്താ അപ്പൊ ബേബിക്ക് എന്നുള്ള സ്നേഹം ആത്മാർത്ഥമല്ല? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ.
എന്ന് മുറിച്ചെഴുത്. എന്ന് ഞാൻ എഴുതട്ടെ? ഏട്ടാ ഞാൻ എഴുതാം. ഇങ്ങോട്ട് താ ബേബി. എടാ ഇത് സ്നേഹമൊന്നല്ല, ഇത് വേറെന്താണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ? ഓരോ ദിവസം ജീവനും മാനവും കൈപ്പിടിച്ചോണ്ടാ ഞാൻ നടക്കുന്നത്. അതൊക്കെ പോട്ടെ, ഒരു ദിവസം പാതിരാത്രി മൂട് കയറി ഫോൺ ചെയ്തിട്ട് എന്നോട് അവള് പറയാ വീഡിയോ കോൾ ചെയ്ത് മൂണിനെ കാണിച്ചു കൊടുക്കാൻ. ഞാൻ ആ പറമ്പ് മൊത്തം നടന്ന് കിടന്ന് മൊത്തം നോക്കി. അവസാനം മൂണിനെ തപ്പി 3.5 കിലോമീറ്റർ നടന്നപ്പോഴാ മനസ്സിലായേ അന്ന് കർത്തവായിരുന്നു. എന്നിട്ടെന്തുവാ, പേടിച്ചെന്റെ ബോധം പോയി. രാവിലെ അച്ഛൻ ഏതോ ഓടേന്നാ വിളിച്ചോണ്ട് വന്നത്. ഏതോ മാടനടിച്ചതാ, ഉറപ്പാ. എന്നിട്ട് പനി പിടിച്ച് കിടന്ന് എന്നെ വിളിച്ചിട്ട് അവള് പറയുക ഇന്ന് രാത്രി സെമിത്തേരി പോയി ഓജോ ബോർഡ് കളിക്കാന്ന്. സൈക്കോ. എടാ ഇത്രയൊക്കെ ആയിട്ട് അവളെ ഒഴിവാക്കാനേ നോക്കിയിട്ടില്ല നീ? എത്ര വട്ടം എല്ലാ അടപടല വടപ്രഥവനായി. എങ്ങനെയും നീ നാശത്തെ തലേന്ന് ദൂരാൻ വേണ്ടിയിട്ട് അവിടെ എക്സ് ലവേഴ്സിനെ പോയി കണ്ട് കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്നിട്ട് മിസ്റ്റർ ആനന്ദ്, ഗോകുൽ, മിലൻ, അരുൺ, അന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും അവളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഒന്നുകൂടെ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും ഒരു ജീവിതം തുടങ്ങാം. മുൻപ് പിരിഞ്ഞു പോയ എത്രയോ പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു. പ്ലീസ് അവർക്കൊരു ജീവിതം കൊടുത്തൂടെ? ഒന്നുകൊണ്ട് എന്നിട്ട് അവന്മാരെന്ത് പറഞ്ഞ്? എല്ലാവർക്കും ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, അതൊന്നും വാഗൊണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് പരസ്ത്രീ ബന്ധം ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ലല്ലോ. അതൊക്കെ നോക്കിയതാ. പരസ്ത്രീ ബന്ധം, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, പെണ്ണ് പിടിയൻ, അവസാനം എനിക്ക് ഈഡ്സ് എന്ന് വരെ ഞാൻ പുറത്തോട്ടാക്കി. അതൊന്നും അവൾക്ക് പ്രശ്നമല്ലടാ. അവൾ എന്നെ കൊണ്ട് മലക്കൊന്നും പറഞ്ഞു നിൽക്കുക. ഇതൊന്നും അവിടെ വർക്കാവില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. വേറെ ഇനി എന്തോന്ന്? ഇത്രയൊക്കെ ചെയ്തിട്ട് അവള് പോയില്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അവളുടെ വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് അവിടെ തന്തയെ വലിച്ച് കറക്ക്, എന്നിട്ട് എടുത്തിട്ട് ഇടിക്ക്, കണക്കിന് കൊടുക്ക്. അത് കാണുമ്പോൾ അവൾ ഇട്ടേച്ച് പോകുമല്ലോ. എന്തേ പറ്റുമോ? എടാ നീ ശരിക്കും അവളെ തന്തന കരുതല്ല? കാര്യം നീ അറിയണ്ട, നീ നിന്ന് കൊണ്ടാ മതി. മക്കളെ ഉണ്ടാക്കിട്ട് എഴുതാക്കണം. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. നീ ഇതെവിടാ നീ നാട്ടിന്ന് തല തല നേരെ വെയ്യണം. സൈക്കോ തന്തി ഭാഗ്യം. സ്വന്തം അച്ഛൻ അവള് തല്ലിയില്ലേ? എന്നിട്ടൊരു ഡയലോഗും. എൻ്റെ ബേബി അങ്ങനെ കാരണമല്ല ഒരാളെ അടിക്കില്ല. നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആള് ശരിയല്ലാത്തോണ്ടാണെന്നും പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടടാ അവള്. അത് കണ്ടപ്പോ എനിക്ക് എന്നെ സങ്കടമായിപ്പോയി. എന്തൊരു പെണ്ണാടാ അവള്. അവളെ വെച്ച് നോക്കുമ്പോ എന്റെ വാവച്ചൊക്കെ നമിക്കണം. എനിക്കൊന്നുള്ള നിന്നെ സഹായിക്കാൻ പറ്റുന്നു. ഞാൻ ആ കയറെടുത്തരാം, നീ വേണേ തൂങ്ങിച്ചാവ്. എടാ ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കള്, നീ ഒക്കെ പോടാ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇറ്റ്സ് ഇൻകറബിൾ. ഇതിന് പരിഹാരം ഇല്ല. ഉണ്ട്. എന്ത് പരിഹാരം?
സംഭവം എൻ്റെ 100ാമത്തെ എപ്പിസോഡിൽ പൊട്ടിക്കാൻ വേണ്ടി വെച്ച നൈറ്റാണ്. ഇറ്റ്സ് ഓക്കെ, നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരാം. നീ ഐഡിയ പറ. സംഭവം ഇത്തിരി ക്ലീശയാണ്, പിന്നെ അവർക്കൊക്കെ ഇത് മതി. നീ നാളെ രാവിലെ നേരിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് പാർക്കിലേക്ക് അവളെ വിളിച്ചു വരുത്തുന്നു. വിഷമിച്ചിരിക്കുന്ന നിന്നെ കണ്ട് എന്താ സംഭവം എന്നറിയാതെ കുറേ നേരം അവൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അവളുടെ ക്ഷമ കെടുമ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കും, എന്താ ബേബി, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അതാണ് ടൈം. ഞാൻ ഈ പറയാൻ പോണ കാര്യങ്ങൾ അതേ വിഷമത്തോടെ നീ അവളുടെ അടുത്ത് പറയണം. അന്ന ഒരു നല്ല കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അന്നെ ഇനിയും ചതിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഞാനിത് തുറന്നു പറയണം. ഞാനൊരു സ്വർഗാനുരാഗിയാണ്. എന്തോന്ന്? അത് കൊള്ളാം, കലക്കും. ഇത് കേട്ട ഏത് പെണ്ണിട്ടിട്ട് പോകും? ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഇത് കേട്ട അവളെ വിശ്വസിക്കാൻ എന്തോ ഉറപ്പ്? അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. പിന്നെ നീ പോകുന്നത് നിന്റെ ഗേ പാർട്ട്ണറുമായിട്ടാണ്. അതാര്? ഒന്ന് സൈഡിലോട്ട് നോക്കി. ഞാനാ? ഈ ഐഡിയ ഒന്നും ശരിയാവത്തില്ല. നേരത്തെ ഈ ഐഡിയ സൂപ്പർ അടി പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇപ്പൊ എന്താ കൊള്ളത്തില്ലേ? കുട്ടാ, നീ പഴയ യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടറല്ലേടാ. അതുകൊണ്ടാണ് മൊത്തം നിനക്ക് ഞാൻ ഈ റൂള് തന്നെ. ട്രാസ്റ്റ് മീ ബാഡി, എന്റെ കാസ്റ്റിംഗ് ഒന്നും ഇതുവരെ പാളി പോയിട്ടില്ല. അതൊക്കെ ശരിയാണ്. എന്നാലും ഇവൻ പറഞ്ഞ പോലെ ഐഡിയ പൊളി പോയി എന്ത് ചെയ്യും? അതിനല്ല ഞാൻ പണി എങ്ങാനും പാളി കഴിഞ്ഞാൽ ക്യാമറ ചാടി എന്ന് പറയും, പ്രാഞ്ചി പ്രാക്സ് അതിൽ വീഴും. അത് എന്നാലും അതെ, എന്നാലും നിനക്ക് അവളെ തലേന്ന് ഒഴിവാക്കണ്ടേ? അത് വേണം. അപ്പൊ ഇതേ ഒരു വഴിയുള്ളൂ. നമ്മളിത് അങ്ങോട്ട് ഉറപ്പിക്കുന്നു. അപ്പൊ നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾ രണ്ടാളും ഈ പറഞ്ഞൊക്കെ സത്യാണോ? അതെ. ഇത്രയും നമ്മൾ കൂടെ നടന്നിട്ട് നിനക്ക് ഇപ്പോഴാണോ അയാളോട് തോന്നിയത്? അന്നേ, ഈ അനുരാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടോ. ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും തോന്നാം, അല്ലേ സിനി? അന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയൊരു റിലേഷൻ അന്നയ്ക്ക് പാടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റില്ലടോ. സോ പ്ലീസ്, ഞങ്ങൾ വേർപിരിയാൻ പറ്റാത്തത്ര അടുത്തു പോയി. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. കർത്താവേ, എന്തെങ്കിലും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. 1 2 3. ഹലോ ഗൈസ്, എന്താണ് ഇത്ര പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്? അവനെന്താ പിന്നെ തൂങ്ങാൻ കയറിയ? തൂങ്ങിച്ചാൻ പോവാ. പക്ഷെ ഞാനല്ല, ഉണ്ണിയാ. ചുമ്മാ അടങ്ങിയിരടേ. അവനെന്താ തൂങ്ങിച്ചാവണേ? പ്രത്യേകിച്ചൊന്നുമില്ല, ഇവന്റെ വാവച്ചില്ലേ, ഇവനെ മൂഞ്ചിച്ച്. അവളുടെ ബെസ്റ്റ് പോയി പറഞ്ഞ് ഇവൻ ഗേ ആണെന്ന്. ഇന്ന് രാവിലെ ഏതോ പാർക്കിൽ വെച്ച് ഇവൻ വേറൊരുത്തനുമായിട്ട് കറങ്ങി നടക്കുന്ന അവൻ കണ്ട്. അത് കേൾക്കേണ്ട താമസം അവൾ അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അന്നേരം എന്താ ഉത്തരത്തേക്ക് കയറി നിൽക്കുക, ഇപ്പൊ ചാവോ എന്നും പറഞ്ഞ്. അവിടെ തന്നെ നിർത്ത്. നീ നിന്ന് അതേ സ്ഥലത്ത് അല്ലേ? അവിടെ തന്നെ നിർത്ത്. ഞാൻ ദേ വരുന്നത്. വേഗം വാ. ഹലോ ഗൈസ്, ഇന്ന് നടത്താനിരുന്ന ഗീവ് ചില സാങ്കേതിക കാരണങ്ങളാൽ അടുത്ത മലയാള മാസം 1-ാം തീയതിയിലേക്ക് മാറ്റാണ്ട് എനിക്കൊരു പ്ലാൻ ഉള്ളടാ. നിനക്കിട്ട് തരാനും പോളാ. നിനക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നീ ആദ്യം പോയിട്ട് നിന്റെ കാമുകിമാർ പറഞ്ഞ് മനസ്സിലാണ് കമ്മിറ്റി എടുത്ത് തട്ടികളെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ പ്രാഞ്ചി പ്രാക്സ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.